മെയ് 19 കെർമാർട്ടിലെ വിശുദ്ധ ഐവോ. അഭിഭാഷകർ, ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ എന്നിവരുടെ രക്ഷാധികാരി. ജനനം 1253, മരണം 1303. ഫ്രാൻസിലെ കെർമാർട്ടിൽ നിന്നുള്ള നിയമപണ്ഡിതനായ ഈവോ ഹെലോറി, റെനസ്, ട്രൈഗിയർ രൂപതകളിൽ സഭാ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു. പാവപ്പെട്ടവരുടെ വക്താവായി അറിയപ്പെട്ടു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് മുമ്പും മറ്റ് സമയങ്ങളിലും അദ്ദേഹം ബലിപീഠത്തിനു മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും കണ്ണീരോടെ തീഷ്ണമായ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തു. ഐവോ മുട്ടുകുത്തി തൻ്റെ പ്രസംഗങ്ങൾക്കായി തയ്യാറെടുത്തു. തൻ്റെ പ്രസംഗത്തിൽ വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്നെടുത്ത ഉദാഹരണങ്ങൾ പതിവായി ഉൾപ്പെടുത്തി. അദ്ദേഹം തൻ്റെ ബ്രിവേറിയും ബൈബിളും നിരന്തരം അരികിൽ സൂക്ഷിച്ചു. കുമ്പസാരം കേൾക്കുക, മരിക്കുന്നവർക്ക് വയാറ്റിക്സ് കൊണ്ടുവരിക, കുർബാന തൻ്റെ ഹൃദയത്തിന് മുകളിൽ വഹിച്ചുകൊണ്ട് വൈദിക ചുമതലകൾക്കായി ഉദാരമായി സമയം നൽകുക പതിവായി. മരണക്കിടക്കയിൽ ഈവോ തൻ്റെ മുറിയുടെ ജനലിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശുരൂപത്തിൽ തൻ്റെ കണ്ണുകൾ ഉറപ്പിച്ചു കിടന്നു. തൻ്റെ ഏക ഡോക്ടർ യേശുക്രിസ്തുവാണെന്ന് ഈവോ വിശ്വസിച്ചു. അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് വരെ ആവർത്തിച്ച് കുരിശടയാളം വരച്ചു.